ശ്രീ രാജേന്ദ്രൻ പന്തളം, കോൺഗ്രസിനകത്ത് പോര് മുറുകുകയാണ്. കാരണം ഈ അധികാരത്തോടടുക്കും തോറും കോൺഗ്രസിൽ കലാപം പൊട്ടിപ്പുറപ്പെടും. 2026 കേരളം കോൺഗ്രസിലേക്കാണ് എന്നൊരു അമിത പ്രതീക്ഷ അവർക്കുണ്ട്. ഒരുപക്ഷെ ആയിരിക്കാം. പക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് വൻ പ്രക്ഷോഭം തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇന്ദിരാഭവനിൽ, അതായത് KPCC ആസ്ഥാനത്ത് കൂട്ടത്തല്ലും നടക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഇപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള പോരാട്ടം മുറുകി നിൽക്കുകയാണ്. ചെന്നിത്തലയെ ഉയർത്താനായിട്ട് നമ്മുടെ ഈ പെരുന്നയിലെ പോപ്പും കണിച്ചുകുളങ്ങര തമ്പുരാനും നിൽക്കുകയാണ്. VD സതീശനെ ഉയർത്താനായിട്ട് ക്രൈസ്തവരിൽ ഒരു വിഭാഗം ഉണ്ടെന്നും പറയുന്നു. ഏതായിരിക്കും ഇതിനകത്ത് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോവുക? കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന ഏതാണെന്ന് അറിയില്ല എനിക്ക്. പക്ഷെ പിമ്പോട്ട് പോകുന്ന ഏതാണെന്ന് ഇപ്പോഴേ വ്യക്തമായിട്ട് പറയാം. കോൺഗ്രസ് പാർട്ടിയുടെ നിലവാരം താഴോട്ട് പോകും, നിലയും താഴോട്ട് പോകും, വോട്ട് ബാങ്കും താഴോട്ട് പോകും. അത് ഞാൻ ഉറപ്പിച്ച് പറയാം. മുന്നോട്ട് പോകുന്ന ആരാണെന്ന് എനിക്കറിയില്ല. ഇത് എപ്പോഴും സംഭവിക്കുന്ന ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ മോട്ടിവേഷൻ അധികാരമാണ്. അധികാരത്തിന് വേണ്ടിയുള്ള കടിപിടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഫിഡ്ലർ ക്രാബ് എന്ന് കേട്ടിട്ടില്ലേ? അതിൻ്റെ ഒരു ഫിലോസഫി, ഈ ക്രാബുകളെ അല്ലെങ്കിൽ ഞണ്ടുകളെ കുറേ എണ്ണത്തിനെ നമ്മളൊരു ടിന്നിലാക്കി വെച്ചു എന്നിരിക്കട്ടെ. ആ ടിന്നിലിരിക്കുന്ന ഫിഡലർ ക്രാബുകളിലെ ഏറ്റവും മുകളിലുള്ളത് മുകളിലോട്ട് കയറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ആ പാത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിടിച്ച് മുകളിലോട്ട് കയറും. താഴെയുള്ളവ എന്ത് ചെയ്യും? അതിൻ്റെ കാലിൽ പിടിച്ച് താഴോട്ട് വലിക്കും. ശരിക്കും കോൺഗ്രസ് പാർട്ടിയിൽ ഇത് തന്നെ നടക്കുന്നത്. ഗ്രൂപ്പുകളുടെ പേരിലാണ് ഈ പോരാട്ടം. ഇനി ഗ്രൂപ്പുകളില്ലാത്ത ഒരു കോൺഗ്രസിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പിനതീതനായിട്ടൊരു നേതാവ് വന്നു പിറന്നു അവതരിച്ചു, കോൺഗ്രസിൻ്റെ ചുമതല വഹിച്ചു, കുറേ കാലം വഹിച്ചു. ഈ ഗ്രൂപ്പിലുള്ളവരെല്ലാം കൂടെ ഒന്നു ചേർന്ന് തമ്മിലടിച്ചുകൊണ്ടിരുന്ന ഗ്രൂപ്പുകളെല്ലാം കൂടെ ഒന്നായി. അത്രയും ഒരു ഗുണം ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രസിഡൻസി, കോൺഗ്രസിൻ്റെ പ്രസിഡൻസി. ആ കാലത്തെ ഈ ഗ്രൂപ്പുകളെല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട്, ഭിന്നിച്ചു നിന്ന ഗ്രൂപ്പുകളെല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ ഗ്രൂപ്പുകളെ ഇല്ലാതാക്കാൻ വന്ന കോൺഗ്രസ് KPCC പ്രസിഡന്റിനെ പുറത്താക്കി, തളർത്തി, തകർത്തു, ഒതുക്കി വിട്ടു. അദ്ദേഹം നിഷ്ക്രിയനായി, നിസ്സംഗനായി. കോൺഗ്രസിൻ്റെ ഈ 3 ഉപതെരഞ്ഞെടുപ്പ് വന്നല്ലോ, 3ലും പങ്കെടുക്കാതെ നിശബ്ദനായി, നിസ്സംഗനായി ഇപ്പോഴും കഴിയുന്നുണ്ട്. സെമി കേഡറായിട്ട് കൊണ്ടിരുന്നു പറഞ്ഞതാണ്. അതെ. അത് കഴിഞ്ഞാണ് K. സുധാകരൻ വരുന്നത്. ഞാൻ ഈ പറഞ്ഞ നേതാവ് VM സുധീരൻ, കോൺഗ്രസിൻ്റെ ആദർശ കുസുമം. ഒരു അഴിമതിയും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കോൺഗ്രസിൻ്റെ ഒരു ബെറ്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ എങ്ങനെയല്ല ഈ അന്നത്തെ ഗ്രൂപ്പുകൾ, ചെന്നിത്തല ഗ്രൂപ്പ്, ഉമ്മൻചാണ്ടി ഗ്രൂപ്പ്, പിന്നെ ഒരു 3ാം ഗ്രൂപ്പ്, ഈ 3 ഗ്രൂപ്പുകളുടെ ഒന്നായി അദ്ദേഹം ഒരു കേരള യാത്ര നടത്തിയപ്പോൾ അതിനോട് പോലും നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ തകർത്തില്ല. ഈ രാജേന്ദ്രൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഈ ഞണ്ടിന്റെ കാര്യം അല്ലേ? അതായത് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ നോക്കിയ ആളാണ് ചെന്നിത്തല. ആ ചെന്നിത്തലയെ VD സതീശനാണ് പിന്നെ വലിച്ചു താഴെ ഇട്ടത്. ഇപ്പോൾ രണ്ടുപേരും കൂടി VDയും ചെന്നിത്തലയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോടാ. വീണ്ടും ചെന്നിത്തല വീണ്ടും VDയെ പിടിച്ച് താഴോട്ട് വലിക്കാൻ വേണ്ടി നോക്കുകയാണ്. അതിന് NSS മാർഗം പണ്ടേ അദ്ദേഹം അവലംബിക്കുന്ന ഒരു മാർഗമാണ്, നായർ കമ്മ്യൂണിറ്റി. NSS മാത്രമല്ല, RSSും രമേശ് ചെന്നിത്തലയ്ക്ക് നിഷിദ്ധമല്ല. നെടുതടുക്ക വാചകങ്ങളൊക്കെ പറയും. അതുപോലെ ഇടക്കാലത്ത് അദ്ദേഹം അറിയുമോ, അട്ടപ്പാടി, വയനാടൊക്കെ പോയി ആദിവാസികളോടൊപ്പം ഒരാഴ്ച താമസിക്കുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. മല ചവിട്ടുക എന്നുള്ള ആ ഒരു നിഷ്ഠ പോലെ അദ്ദേഹം ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അവിടെ പോയി താമസിക്കുക, കുറേ സഹായങ്ങളും ചെയ്യും. ഒരു നല്ല മാതൃകയാണ്. ഈ K. കരുണാകരനും ഇത് ചെയ്തിരുന്നു. അത് നല്ല ഒരു തന്ത്രവുമാണ്, രാഷ്ട്രീയ തന്ത്രവുമാണ്. അന്ന് ഈ ഹരിജനങ്ങളെന്നാണല്ലോ അവർ അറിയപ്പെട്ടിരുന്നത്. അവർക്ക് വേണ്ടി ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ സാക്ഷരതയ്ക്ക്, അതുപോലെ തന്നെ അവിടെ വെള്ളം എത്തിക്കുന്നതിന്, വൈദ്യുതി എത്തിപ്പിക്കുന്നതിന് ഒരുപാട് പദ്ധതികൾ K. കരുണാകരൻ ആവിഷ്കരിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ലീഡറായതും. അവിടെ അവരുടെ ഒരു വിശ്വാസം സമ്പാദിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടി വേണം, ലീഡർ. അതാണ് അദ്ദേഹം ഒരു അപ്രമാദിയായിട്ട് കോൺഗ്രസിൽ വളർന്നു വന്നതിൻ്റെ കാര്യം. AK ആന്റണിയെ പോലും തോൽപ്പിക്കാൻ ഉള്ള ഒരു ശക്തി അദ്ദേഹത്തിന് കിട്ടി. ഈ പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ്, K. കരുണാകരൻ ഗ്രൂപ്പും AK ആന്റണി ഗ്രൂപ്പും. AK ആന്റണിയെ തകർത്ത് തരിപ്പണമാക്കി കരുണാകരൻ. AK ആന്റണി ഗ്രൂപ്പിലുണ്ടായിരുന്ന വയലാർ രവി, ഇവരൊക്കെയാണല്ലോ ഉമ്മൻചാണ്ടി, വയലാർ രവി, അതുപോലെ തന്നെ
ഉമ്മൻചാണ്ടി, വയലാർ രവിയും, അതുപോലെ മൂന്നാമത്തെ ആളാരാ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. അവരുടെ ഒരു വലിയ ഗ്രൂപ്പാണ് കേരളത്തിൽ KSUവിലൂടെ വളർന്നു വന്നിട്ട് വലിയൊരു പ്രസ്ഥാനമാക്കി അതിനെ മാറ്റി യുവശക്തി കോൺഗ്രസ്സിലുണ്ടാക്കി മുന്നേറിക്കൊണ്ടിരുന്ന ഒരു കാലത്ത്. ഇതുപോലെ വളരെ പ്രബലമായിട്ട് ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് കരുണാകരനെതിരെ തിരിഞ്ഞു. കരുണാകരനെതിരെ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ കരുണാകരൻ എന്ത് ചെയ്തു? അതിന് ഇന്ദിരാഗാന്ധിയുമായിട്ട് കേന്ദ്ര ഹൈക്കമാൻഡുമായിട്ട് വലിയ അടുപ്പമുള്ള നേതാവ്, വിശ്വസ്തനായിരുന്നു അദ്ദേഹം. അത് ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ഗ്രൂപ്പിൽപ്പെട്ട വയലാർ രവിയെ പോലും തൻ്റെ പക്ഷത്തേക്ക് വലിച്ചു. അദ്ദേഹം വലിച്ചുകൊണ്ട് AK ആൻ്റണിയെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ഗ്രൂപ്പിസം തന്നെയാണ്. ഒരു അത്ഭുതം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകർക്കൊക്കെ. അന്ന് വയലാർ രവിയോട് നിങ്ങൾ എങ്ങനെ ജയിക്കും? AK ആൻ്റണിക്കാണ് ഭൂരിപക്ഷം. ആണ്, AK ആൻ്റണിക്കായിരുന്നു ആ ഗ്രൂപ്പിനായിരുന്നു ഭൂരിപക്ഷം. പക്ഷേ ജയിച്ചത് വയലാർ രവി. വലിയൊരു അട്ടിമറിയിൽ ആൻ്റണി തകർന്നുപോയി, AK ആൻ്റണി തകർന്നുപോയി. അതുപോലെ വലിയൊരു വിജയമൊക്കെ നേടാൻ കഴിവുള്ള തന്ത്രശാലിയാണ് കരുണാകരൻ. അവിടെ ഈ ഗ്രൂപ്പിസമായിരുന്നു, ആ ഗ്രൂപ്പിസം. പിന്നെ അദ്ദേഹം DIC ഉണ്ടാക്കി അതിലോട്ടൊക്കെ പോയി, കൂറങ്ങ് പോയി. അതുവരെ അചഞ്ചലമായ കൂറോട് നിന്നതാണ്. പക്ഷേ AK ആൻ്റണി അങ്ങനെയല്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറഞ്ഞു, ആ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. ദേവരാജാരിസ്റ്റ് ഒരു പാർട്ടി ഉണ്ടാക്കി അതിലേക്ക് പോയി. ചിക്കമംഗളൂരിൽ മത്സരിക്കുന്ന സമയത്ത് ഇദ്ദേഹം മുഖ്യമന്ത്രി പദം രാജിവെച്ചുകൊണ്ട് ആദർശം കാണിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ഒരുപാട് പറഞ്ഞ കേരള ചരിത്രത്തിന്റെ ഭാഗങ്ങളാണ്. പക്ഷെ കൂറോടെ നിന്ന് കരുണാകരനും പിന്നെ മാറി DICയിലേക്ക് പോയി. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഈ ഗ്രൂപ്പുകളെയും അതിലുള്ള കുടിപ്പകൾ ഇതെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുക. പരസ്യമായ വിഴുപ്പലക്കൽ ഒരിക്കലും അവസാനിക്കുകയില്ല. അതാണ് അതിൻ്റെ നീണ്ട ചരിത്രം. അത് തന്നെയാണ് ഇപ്പോഴും തുടർന്നത്. ഇതിനെല്ലാം കാരണം എന്താ? നേരത്തെ പറഞ്ഞ ഈ പാർലമെന്ററി വ്യാമോഹം. പാർട്ടി വളരണമെന്ന് ആഗ്രഹമില്ല. ഇപ്പൊ രസകരമായ വേറൊരു സംഭവം എന്ന് ചോദിച്ചാല്, ഈ VD സതീശന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പത്രസമ്മേളനം നടത്താൻ വിചാരിക്കുന്നതിന് തൊട്ടു മുമ്പ് രമേശ് ചെന്നിത്തല അതേ വിഷയത്തിൽ പത്രസമ്മേളനം നടത്തിയിരിക്കും. എന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തല വലിയൊരു സംഭാവന പ്രതിപക്ഷ നേതാവായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടില്ല, സ്പ്രിംഗ്ലർ വിവാദമൊക്കെ. എന്ത് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് രാജിവെക്കേണ്ടിയിരുന്നു. വളരെ വിദഗ്ധമായിട്ട് ആ വിവരങ്ങൾ ചോർത്തി കൊടുത്ത ആരാന്ന് നമുക്കറിയാം. ഇപ്പൊ അദ്ദേഹം പിന്നെ സർവീസിൽ നിന്ന് അന്വേഷണ വിധേയനായി നിൽക്കുകയാണ്. അദ്ദേഹം വഴി മുഴുവൻ ചോർത്തിയെടുത്ത് പത്ര സമ്മേളനങ്ങൾ നടത്തി ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് പലതും ശരിയായിരുന്നു. കാരണം എന്താ? ഒരു IAS ഓഫീസറിൽ നിന്നാണ് കിട്ടിയത്. ഇദ്ദേഹത്തിന്റെ മകനും ഇപ്പൊ IAS ഓഫീസറാണ്. അദ്ദേഹത്തിന് IAS ഓഫീസറായിട്ട് വരുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ ചോർത്തിയെടുക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹം സമർത്ഥമായിട്ട്, പത്രക്കാരും ഇങ്ങനെ തന്നെയാണല്ലോ, ഗവൺമെന്റ് സർവീസിൽ ആരെങ്കിലും ഭാര്യ വെക്കാൻ വേണ്ടി കൊടുക്കുന്നതാണല്ലോ വാർത്ത, സ്കൂപ്പ് എക്സ്ക്ലൂസീവായിട്ടൊക്കെ കൊടുക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണല്ലോ. അങ്ങനെ വലിയൊരു സേവനം ചെയ്തിട്ടുള്ള ആളുമാണ് രമേശ് ചെന്നിത്തല. പക്ഷെ VD സതീശനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വാഗ്മിയുമാണ്, അതുപോലെ തന്നെ സംവാദകനും. സംവാദങ്ങളിൽ അദ്ദേഹം തിളങ്ങുന്ന ആളാണ്. അതുകൊണ്ട് നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയുണ്ട്. മുഖ്യമന്ത്രി ഒരുപക്ഷെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ രമേശ് ചെന്നിത്തലയിൽ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ച്. കാരണം ഈ വെളിപ്പെടുത്തലുകളെ ഗവൺമെന്റിന് വല്ലാത്ത ക്ഷീണം ഉണ്ടാക്കി. ആ സമയത്താണ് VD സതീശൻ വരും, ഇനി നല്ല ആളാണ്, നല്ല പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ ഈ രാജേന്ദ്രൻ, ഈ VD സതീശന് ഇപ്പം രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 8 വർഷത്തിന് ശേഷമാണ് അങ്ങോട്ടേക്കുള്ള ഒരു പ്രവേശം. പിന്നെ അതിനോടൊപ്പം തന്നെ VD സതീശനെ മാരാമൺ കൺവെൻഷനിലേക്ക് ക്ഷണമുണ്ടെന്ന്. അപ്പൊ ഈ ക്രൈസ്തവ സഭ ഒരുപക്ഷെ ക്രൈസ്തവര് കാണുന്നുണ്ട് VD സതീശൻ അടുത്ത മുഖ്യമന്ത്രിയാകും എന്നുള്ള രീതിയിൽ. സാധാരണ മാരാമൺ കൺവെൻഷന് വരുന്നത് രാഷ്ട്രീയക്കാരൊന്നും അങ്ങനെ വരാറില്ല, മതമേലധ്യക്ഷന്മാരുടെ ഒരു സാന്നിധ്യമാണ് അവിടെ ഉള്ളത്. അതെ, ഇത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു എനിക്ക്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ സമുദായ ആത്മീയ പ്രസ്ഥാനങ്ങൾ വരെ രാഷ്ട്രീയം കളിക്കുന്നു. ശിവഗിരി സന്നിധി, ശ്രീനാരായണി ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നു. ഈ എല്ലാ രാഷ്ട്രീയക്കാരെയും വിളിക്കുന്നുണ്ട്, ബാലൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ NSS ആസ്ഥാനത്ത് ഇപ്പോൾ ഒരു മന്നം ജയന്തി പ്രഭാഷണമാണ്. ഈ രമേശ് ചെന്നിത്തല ഇങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തി അതൊരു വിജ്ഞനായിട്ടൊരു വ്യക്തിയോ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ട് പണ്ഡിതനായ ഒരു വ്യക്തിയോ വിദ്വജ്ജനോദീചിതമായിട്ടുള്ള പ്രഭാഷണം നടത്തുന്ന ഒരു വ്യക്തിയോ ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എല്ലാ ഫലമെടുക്കുകളും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ തോന്നുന്നു. അതെന്ന് മാത്രമല്ല, അദ്ദേഹം അഴിമതിക്ക് അതീതനായിട്ടുള്ള VM സുധീരനെ പോലൊരു നേതാവാണെന്ന് എനിക്ക് പറയാനും എനിക്ക് കഴിയില്ല. കോൺഗ്രസിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പറ്റി ഞാൻ പറയും, ഉമ്മൻചാണ്ടിയെ പറ്റി പറയും, PM സുധീരനെ പറ്റി പറയും. പക്ഷെ എനിക്ക് കോൺഗ്രസിൽ ഇദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് എൻ്റെ ബോധ്യങ്ങളിൽ എങ്ങുമില്ലതാണ്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അങ്ങനെ ഒരാളിനെ വിളിച്ച്
ഈ സുകുമാരൻ നായർക്ക് എന്താണ് ഇദ്ദേഹത്തോട് ഇത്ര ആവേശം എന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. നായരായിട്ടാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് മത്സരിക്കുന്ന ഭൈമി കാമുകന്മാരെല്ലാം തന്നെ നായന്മാരാണ്. ഡോക്ടർ ശശി തരൂർ, KC വേണുഗോപാൽ, അതുപോലെ തന്നെ K മുരളീധരൻ നായരല്ലെങ്കിലും നായർ പക്ഷം നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നായർ, അങ്ങനെ ബന്ധങ്ങളുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ V മുരളീധരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. V മുരളീധരൻ കോൺഗ്രസിലുള്ള ആളല്ല, BJPയുടെ നേതാവ്. തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ മത്സരിക്കാൻ മത്സരാർത്ഥികൾ VD സതീശനും എല്ലാം ഈ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയല്ലേ. പിന്നെ ഒരു ഭാഗത്തിനെ കോൺഗ്രസ് എടുക്കുന്നു, ഒരു ഭാഗത്തിനെ ശിവഗിരി സന്നിധിയിൽ എടുക്കുന്നു, ഒരു ഭാഗത്തിനെ NSS എടുക്കുന്നു, ഒരു ഭാഗത്തിനെ ഇവിടെ ഒരു വലിയ രസമുള്ള കാര്യം അവിടെ വരുമ്പോഴാണ് നമുക്ക് വലിയൊരു അത്ഭുതം കാണാൻ കഴിയും. പെരുന്നയിലെ ഈ താങ്കൾ പറഞ്ഞ മാർപ്പാപ്പ, പെരുന്നയിലെ മാർപ്പാപ്പ പറഞ്ഞ ആളിനെ തന്നെ ഈ കണിച്ചകുളങ്ങരയും മാർപ്പാപ്പയും സ്വീകരിച്ചിരിക്കുന്നു ഈ പ്രാവശ്യം. പക്ഷെ ഇടയ്ക്ക് പിന്നെ സുകുമാരൻ നായർ നമ്മുടെ ഡൽഹി നായരെ അംഗീകരിക്കുകയും ചെയ്തു, അദ്ദേഹത്തിനെയും തിരിച്ച് അംഗീകരിക്കുകയും ഇപ്പൊ തള്ളി താഴെയിട്ടിരിക്കുക. മറ്റൊരു നായരായ സുരേഷ് ഗോപിയെ മാത്രമേ ഇതുവരെ അംഗീകരിക്കാതെ ഉള്ളൂ. ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം മന്ത്രിയായിട്ടും MP ആയിട്ടും ഒന്നും അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഡൽഹി നായർ എന്നുള്ള ആ പരിവേഷം മാറ്റി ശശി തരൂർ ഇതിന് യോഗ്യനാണ്. പിന്നെ ഇതിൽ നിന്ന് രമേശ് ചെന്നിത്തലയെ മാത്രം തിരഞ്ഞെടുത്തതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിജയനാഥിന് അറിയാമെങ്കിൽ അത് പറയും. പക്ഷെ എനിക്ക് സംശയം സുകുമാരൻ നായർ ചെന്നിത്തലയെ വലിച്ച് താഴെ ഇടുമോന്ന്. കാരണം ഈ തരൂരിനെ വലിച്ചിപ്പോ താഴെ ഇട്ടില്ലേ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്നുള്ള രീതിയിലാണ് തരൂർ ഇറങ്ങിയത്. പക്ഷെ അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ അംഗീകരിക്കാൻ പോകുന്നുമില്ല തരൂരിന്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കലഹം ഇങ്ങനെ നടക്കുമ്പോൾ അതൊരു സ്ട്രാറ്റജി ആയിരിക്കും KC വേണുഗോപാലിന് കയറി വരാൻ. കാരണം ഹൈക്കമാൻഡുമായിട്ട് പരിചയമുള്ളതും ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ കഴിയുന്നതും ഈ കൂട്ടത്തിൽ ഇപ്പോൾ KCയോടെ സുകുമാരൻ നായർക്ക് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ, കാണിക്കുന്നില്ല. അതും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ എന്താണ് കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഹൈക്കമാൻഡിന്റെ വത്സല ശിഷ്യൻ എന്ന് പറയുന്നത് അംഗീകാരവും നേടിയിരിക്കുന്നത് KC വേണുഗോപാലിന് വേറൊരു മോഹം കൂടി ഉണ്ട്. അതായത് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ 2ാം സ്ഥാനക്കാരനായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ദോഷം കൂടി ഉണ്ട്, മൈനസ് പോയിന്റ് കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ വേണ്ടി പോയി പരിക്ഷീണനായി മടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ പെരുന്നയിലേക്ക് വലിയ ക്ഷണം കിട്ടിയത്. അവസാനമായിട്ട് ഇത് പറയാം, ഹൈക്കമാൻഡ് ആണ് ഇത് തീരുമാനിക്കുക മുഖ്യമന്ത്രി ആരാവണം. ഒരു നിരീക്ഷകനെ അയക്കും, MLA-മാരുടെ ഒക്കെ അഭിപ്രായം ചോദിക്കും. ജയിച്ചെങ്കിൽ മാത്രമാണ് ഇത്. കോൺഗ്രസ് ജയിക്കുക, ഇങ്ങനെ പോയാൽ ജയിക്കില്ല. പിന്നെ ഹൈക്കമാൻഡിന് ആ ജോലി ഒഴിവായി കിട്ടിയെന്നാണ് എനിക്ക് ഏകദേശം തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.